Good morning. Today we are going to discuss about Yates correction. We have applied that no cell frequency should be less than 5 for applying chi-square test. This is because when the theoretical frequencies are especially less than 5, the chi-square table values are not very reliable, more so for 1 degrees of freedom. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളെ സെല്ലിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5-നേക്കാളും കുറവാവാൻ പാടില്ല. ആ ഒരു കേസിൽ നമ്മളെ തിയററ്റിക്കൽ ഫ്രീക്വൻസി കുറവാകുമ്പോൾ നമ്മളെ chi-square ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് അത്ര റിലയബിൾ ആയിരിക്കില്ല. ഇപ്പോൾ 2x2 കണ്ടിൻജൻസി ടേബിൾ ആണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5-നേക്കാളും കുറവാകുന്ന കേസിൽ നമ്മൾ പൂൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി കുറയും. ആ കേസിൽ നമുക്ക് chi-squareൻ്റെ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, നമ്മൾ കണ്ടിൻജൻസി ടേബിളിൻ്റെ കേസിലാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ r-1 ഇൻറ്റു s-1 ആണ്. അപ്പോൾ ആറും എസും 2 ആകുന്ന കേസിൽ 2 - 1 ഇൻറ്റു 2 - 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. -1 കൂടി ചെയ്യുമ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ യേറ്റ്സ് കറക്ഷൻ എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക. However, if chi-square test is applied after considering the Yates correction, we will get a reduced chi-square value. Sometimes the difference between the chi-square value without and with Yates correction is so much that it leads to a totally different conclusion. chi-square ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കേസിൽ യേറ്റ് കറക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ chi-squareൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്ന വിത്തൗട്ട് യേറ്റ്സ് കറക്ഷൻ ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ chi-square വാല്യൂ നമ്മൾ വിത്ത് യേറ്റ്സ് കറക്ഷൻ ചെയ്യുന്നതും വിത്തൗട്ട് യേറ്റ്സ് കറക്ഷൻ ചെയ്യുമ്പോഴുള്ള വാല്യൂസിനനുസരിച്ച് നമ്മളെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, എക്സാമ്പിൾ 3. ആ എക്സാമ്പിൾ 3ൽ നമുക്ക് ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 5-നേക്കാളും കുറവായിരുന്നു. ആ കേസിൽ നമ്മൾ നോർമൽ മോഡിൽ chi-square സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 4.97 ആയിരുന്നു. പക്ഷേ നമ്മൾ യേറ്റ്സ് കറക്ഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ chi-squareൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും 4.19-നേക്കാളും കുറവായിരിക്കും. ഇവിടെ ഈ 4.19 എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലായതുകൊണ്ട് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ യേറ്റ്സ് കറക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ ഈ വാല്യൂ എന്തായാലും കുറവായിരിക്കും. ആ കേസിൽ നമ്മൾ എന്തായാലും നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പോൾ യേറ്റ്സ് കറക്ഷൻ വിത്തും വിത്തൗട്ടും ചെയ്യുന്ന കേസിൽ chi-squareൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. യേറ്റ്സ് കറക്ഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ F. Yates in 1934. The correction involved the reduction of deviation of observed frequency from the theoretical frequencies. This naturally reduces the chi-square value. Yates correction propose ചെയ്തത് F. Yates ആയിരുന്നു in 1934. യേറ്റ്സ് കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ chi-square വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും റിഡ്യൂസ് ചെയ്യും. കാരണം അതിൻ്റെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തിയററ്റിക്കൽ ഫ്രീക്വൻസിയും തമ്മിൽ ഉള്ള ഡീവിയേഷന് തന്നെ റിഡക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് chi-squareൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റിഡ്യൂസ് ചെയ്യുന്നത്. If any cell frequency is less than 5, we add 0.5 to the cell and adjust for the remaining cell frequencies accordingly. Then the chi-square test of goodness of fit is applied. ഏതെങ്കിലും ഒരു സെല്ലിൽ 5-നേക്കാളും കുറവാണ് ഫ്രീക്വൻസി എങ്കിൽ നമ്മൾ ആ സെല്ലിൽ 0.5 ആഡ് ചെയ്യും. റിമൈനിങ് ആയിട്ടുള്ള സെൽ ഫ്രീക്വൻസിയിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം chi-square ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് നമുക്കൊരു 2x2 കണ്ടിൻജൻസി ടേബിൾ കൺസിഡർ ചെയ്യാം. ABCD എന്നുള്ള കണ്ടിൻജൻസി ടേബിൾ ആണെങ്കിൽ വി നോ ദാറ്റ് ആ chi-square വാല്യൂ വിൽ ബി n ഇൻറ്റു AD - BC ഹോൾ സ്ക്വയർ ബൈ A + B ഇൻറ്റു A + C ഇൻറ്റു B + D ഇൻറ്റു C + D. According to Yates correction, we add or subtract 1/2 to A and D and subtract or add 1/2 from B and C so that the totals and the marginal frequencies are not at all disturbed. അപ്പോൾ യേറ്റ്സ് കറക്ഷൻ അനുസരിച്ച് നമ്മൾ എയിലും ഡിയിലും 1/2 ആഡ് ചെയ്യുകയാണെങ്കിൽ ബിയിലും സിയിലും നമ്മൾ 1/2 സബ്സ്ട്രാക്റ്റ് ചെയ്യണം. അതല്ല ഇനി എയിലും ഡിയിലും നമ്മൾ 1/2 സബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിയിലും സിയിലും നമ്മൾ 1/2 ആഡ് ചെയ്യണം.
അങ്ങനെ ചെയ്യുന്ന കേസിൽ നമ്മൾ ടോട്ടൽസും മാർജിനൽ ഫ്രീക്വൻസിയും ഒന്നും ഡിസ്റ്റർബ്ഡ് ആവില്ല. ഒക്കെ നോർമലായിട്ട് എന്തായാലും ടോട്ടലും മാർജിനൽ ഫ്രീക്വൻസിയും സെയിം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ യേറ്റ്സ് കറക്ഷൻ chi-square വാല്യൂ എന്ന് പറയുന്നത് n ഇൻറ്റു മോഡുലസ് ഓഫ് AD മൈനസ് BC മൈനസ് 1/2 n ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി ഇൻറ്റു സി പ്ലസ് ഡി എന്നായിരിക്കും. ഈ 2 നോട്ടുണ്ട്. എന്താണ് നോട്ട് എന്നുള്ളത് നോക്കാം. നോട്ട് 1. If in a contingency table one or more cells are having zero count, then it is called an incomplete contingency table. ഒരു കണ്ടിൻജൻസി ടേബിൾ ഒന്നോ അതിൽ കൂടുതലോ സെൽസിൽ 0 എന്നുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് കണ്ടിൻജൻസി ടേബിൾ എന്നാണ് പറയാം. നോട്ട് 2. If there is a 0 in a cell and this cell count as expected value 0, then such a 0 is called a structural 0. ഏതെങ്കിലും ഒരു സെല്ലിൽ 0 എന്നുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് 0 ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 0നെ നമ്മൾ സ്ട്രക്ചറൽ 0 എന്നാണ് പറയാം. അതാണ് നോട്ട് 1 നോട്ട് 2 പറയുന്നത്. ഇനി നെക്സ്റ്റ് യേറ്റ്സ് കറക്ഷനെ വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ 3 ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ എക്സാമ്പിൾ 3 എന്തായിരുന്നു? 2x2 കണ്ടിൻജൻസി ടേബിൾ തന്നിക്കണേ, A1 A2 B1 B2 തന്നിക്കണേ, ടോട്ടൽസും തന്നിക്കണേ. എന്നിട്ട് chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ 2 ആട്രിബ്യൂട്ട്സ് A and B എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ എന്താ വരിക? നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് 2 ആട്രിബ്യൂട്ട്സ് A and B ആർ ഇൻഡിപെൻഡൻറ്റ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്താണ് നമുക്ക് വരാതെ 2 ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്നാണ് വരാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഒരു സെല്ലിലാണ് 1 എന്ന് പറയുന്ന <5 ഉള്ളത്. അപ്പോൾ നമ്മൾ യേറ്റ്സ് കറക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഇക്വേഷൻ എഴുതാം. chi-squareൻ്റെ യേറ്റ്സ് കറക്ഷൻ എന്താണ്? n ഇൻറ്റു മോഡുലസ് ഓഫ് AD മൈനസ് BC മൈനസ് 1/2 n ഹോൾ സ്ക്വയർ ബൈ a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി ഇൻറ്റു സി പ്ലസ് ഡി. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ N എന്താണ്? ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്മളെ ഗ്രാൻഡ് ടോട്ടലാണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 22 ആണ്. A എന്ന് പറയുന്നത് 7 ആണ്, B എന്ന് പറയുന്നത് 1 ആണ്, C എന്ന് പറയുന്നത് 6 ആണ്, D എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ A B C D N നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ ഈ വാല്യൂസൊക്കെ ജസ്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ N A B C D ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് chi-squareൻ്റെ വാല്യൂ ആയിട്ട് chi-square is equal to 22 ഇൻറ്റു മോഡുലസ് ഓഫ് 7 ഇൻറ്റു 8 മൈനസ് 1 ഇൻറ്റു C മൈനസ് 1/2 ഇൻറ്റു 22 ഹോൾ സ്ക്വയർ ബൈ 7 പ്ലസ് 1 ഇൻറ്റു 7 പ്ലസ് 6 ഇൻറ്റു 1 പ്ലസ് 8 ഇൻറ്റു 6 പ്ലസ് 8 വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 2.554 എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ യേറ്റ്സ് കറക്ഷൻ ചെയ്യാതെ നിന്നപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയ 4.19 ആണ്. ഈ കേസിൽ നമ്മളെ chi-squareൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.54 ആണ്. അപ്പോൾ നമ്മളെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആട്രിബ്യൂട്ട്സ് A and B ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A driving school examined the result of 200 candidates who were taking their driving test for the first time. They found that out of 90 men, 52 passed, and out of 110 women, 59 passed. Do these results indicate at 1% level of significance a relationship between the sex of a candidate and the ability to pass the first time? ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലുള്ള ഇതാണ് നോക്കുന്നത്. 200 കാൻഡിഡേറ്റ്സിൽ 90 മെന്നും 110 വിമനുമാണ്. അതിൽ 90 മെന്നിൽ 52 പാസ്സായി, 110 വിമനിൽ 59 പാസ്സായി. അപ്പോൾ ഈ സെക്സും എബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് യേറ്റ്സ് കറക്ഷൻ വെച്ച് ചെയ്യേണ്ടതല്ല. ഇതിലൊരു ഫ്രീക്വൻസി 5-നേക്കാളും കുറവല്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള chi-squareൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്സ് ഓഫ് ദ കാൻഡിഡേറ്റ് ആൻഡ് ദ എബിലിറ്റി ടു പാസ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈമും. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദർ ഇസ് എ റിലേഷൻഷിപ്പും ആയിരിക്കും. എന്നിട്ട് നമുക്കറിയാം ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 200 ആണ്.
അപ്പോൾ n is equal to 200, a എന്ന് പറയുന്നത് 52, b എന്ന് പറയുന്നത് 38, c എന്ന് പറയുന്നത് 59, d എന്ന് പറയുന്നത് 51 ആണ്. ആ വാല്യൂസൊക്കെ നമ്മൾ ഈ chi-squareൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് chi-squareൻ്റെ വാല്യൂ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.34 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള chi-squareൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.63 ആണ്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യും. അതായത് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്സ് ഓഫ് ദി കാൻഡിഡേറ്റ് ആൻഡ് എബിലിറ്റി ടു പാസ് ദി ടെസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഏജ് കറക്ഷൻ വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ഓൺ immunization of 22 human beings from cholera, the following results were obtained. Draw your inference in the efficiency of the vaccine tested 5% level of significance. എന്നിട്ട് ഡൈ ആയ ആൾക്കാരെയും സർവൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും നമ്പേഴ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിക്കണേ. 2x2 കണ്ടിജൻസി ടേബിളാണ്. അപ്പോൾ ഇതിൽ 2 വാല്യൂസാണ് 5-നേക്കാളും കുറവായിട്ട് വരുന്നത്. എയും ഡിയും ആണ് കുറവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഫിക്സ് ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഫ്രം കോളറ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനോക്കുലേഷൻ വിത്ത് വാക്സിൻ. അടുത്തത് ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളതും. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഡിപ്പെൻഡൻ്റ് ആണെന്നും കൊടുക്കാം. അപ്പോൾ ഇതിൽ 2 എന്ന് പറയുന്നതും 4 എന്നും പറയുന്നതാണ് 5-നേക്കാളും കുറവായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഏജ് കറക്ഷൻ നമ്മൾ ചെയ്യാം. ഈ കറക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. chi-square equal to n into ad minus bc minus n/2 whole square by a plus b into a plus c into c plus d into b plus d ആണ് നമ്മളെ ഏജ് കറക്ഷൻ്റെ ഫോർമുല. അപ്പോൾ n എന്താണ്, a എന്താ, b എന്താ, c എന്താ, d എന്താണെന്നുള്ളത് അറിയാം. ആ വാല്യൂസൊക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? n, a, b, c, d എന്നുള്ളതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് chi-squareൻ്റെ വാല്യൂ 2.75 ആണ് കിട്ടുന്നത്. നമ്മളെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 3.84 ആണ്. അപ്പോൾ ഈ 2.75 എന്ന് പറയുന്നത് 3.84-നേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ H0നെ ആക്സെപ്റ്റ് ചെയ്യും. അതിനർത്ഥം എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ് നമുക്ക് വരാം. ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഫ്രം കോളറ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനോക്കുലേഷൻ വിത്ത് വാക്സിൻ എന്നാണ് നമുക്ക് കൺക്ലൂഷനിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അനോവനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള മൊത്തം കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക. അതേപോലെ പ്രോബ്ലംസൊക്കെ നോട്ടിൽ എഴുതണം. ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം.